നമസ്കാരം. നെസ്റ്റെപ്പിലേക്ക് സ്വാഗതം. വളരെ വലിയ ആകുലതകളുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ആകുലതകളുള്ള ഒരു സമയമാണ് ഈ റിസൾട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആ റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികളിൽ പലതരത്തിലുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി റിസൾട്ട് വന്നതിന് ശേഷം രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയമുണ്ട്. അത് ഏത് കോഴ്സ് തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും, അവർക്ക് നൽകേണ്ടി വരും എന്നൊക്കെയുള്ള ആശങ്കകളാണ്. ആ ആശങ്കകൾക്കെല്ലാം ഒട്ടേറെ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നെസ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഉത്തരങ്ങളാണ്. ഇന്ന് നമ്മോടൊപ്പം പ്രൊഫസർ ഡോക്ടർ PR വെങ്കിട്ടരാമൻ സാർ ചേരുകയാണ്. നിങ്ങളുടെ ആശങ്കകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ആശങ്കകളും ചോദ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഞങ്ങൾ നൽകും. അദ്ദേഹം വളരെ കൃത്യമായി വിശകലനം ചെയ്ത് തന്നെ ആ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമസ്കാരം സാർ. നമസ്കാരം. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ആശങ്കകൾക്കെല്ലാം ഉത്തരങ്ങൾ തേടിയാണ് അവരെല്ലാം പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഗൂഗിളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കാം. എന്നിരുന്നാലും അതിനൊന്നും കൃത്യമായിട്ട് അറിയാം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അഭിരുചിക്ക് അനുസരിച്ച് ഏതൊക്കെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കണമെന്നൊക്കെ ഉള്ള ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഗ്രേഡിംഗ് സിസ്റ്റവും സംവിധാനങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ഗ്രേഡ് കിട്ടിയില്ല അല്ലെങ്കിൽ കൂടുതൽ A+ കിട്ടിയില്ല എങ്കിൽ ഈ +1 കടക്കുമ്പോൾ ഏറ്റവും അനുചിതമായി ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് പലരും നടത്തുന്നത്. തീർച്ചയായിട്ടും പണ്ട് അങ്ങനെയല്ല. പണ്ടിപ്പോൾ മാത്സിന് ഇത്ര മാർക്ക് വേണം, സയൻസിന് ഇത്ര പഠിച്ചാലേ അവർക്ക് സയൻസ് സബ്ജക്റ്റിന് പോകാൻ പറ്റുള്ളൂ, മാർക്ക് കുറഞ്ഞൊരു ഹ്യൂമാനിറ്റി അതൊന്നുമല്ല. ഇപ്പോൾ ഒരു ആവറേജ് കുട്ടിക്കും എന്ത് വേണമെങ്കിലും പഠിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിരുത്തി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് 10ാം ക്ലാസ്സിൽ 50% മാർക്ക് മാത്സിന് കിട്ടിയത് 45 കിട്ടിയിട്ട് വെച്ചോളൂ. ഇപ്പോഴാണ് പണ്ടൊക്കെയാണ് 45% നീ മാത്സ് എടുക്കണ്ട പറയും. +1 +2 മാത്സ് എടുക്കണ്ട, നിങ്ങൾക്ക് ടഫാണ്. അങ്ങനെയല്ല, ഇഷ്ടംമാതിരി എയും ഈ ആപ്പും ഒക്കെ വന്നത് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് കുട്ടിയും സൂപ്പർമാനാനുള്ള കഴിവുകളുണ്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. ഒരാളും നിരാശപ്പെടേണ്ട. നമ്മളുടെ പണ്ട് അങ്ങനെയല്ല, എല്ലാ കുട്ടികളും മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ബാക്ക് ഹിസ്റ്ററി വെച്ചിട്ടാണ്. മനസ്സിലാണ് സയൻസ് എടുത്തതിന്. അപ്പം അങ്ങനെ നമുക്ക് കൊമേഴ്സിൻ്റെ സയൻസിലോട്ട് പോകാനുള്ള ഇഷ്ടംമാതിരി മെത്തഡോളജീസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ഇപ്പോൾ പല ആൾക്കാർക്ക് ഗൂഗിൾ വെച്ചും AI വെച്ചൊക്കെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പക്ഷേ ഇങ്ങനെ കണ്ടമാനം ഇൻഫർമേഷൻ കിട്ടുന്നതും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ വിവരം കുറവുള്ളതുകൊണ്ടുള്ള കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ വിവരം കൂടുതലുള്ളതുകൊണ്ടൊരു കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് പണ്ട് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ കൗൺസിലിങ്ങിനും ഇതിനെപ്പറ്റി അഭിപ്രായം നമ്മൾ ഫേമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഇപ്പം അല്ല, ഇപ്പം നമ്മൾ ഓരോ അഭിപ്രായം അവരെ കൂടി ഉൾക്കൊള്ളിക്കണം. അവർ ഉൾക്കൊള്ളിക്കേണ്ട വെച്ചാൽ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം നമ്മൾ പറഞ്ഞാൽ ശരിയാണെന്ന്. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ വല്ലതും പറഞ്ഞാൽ പിന്നെ ഒരു ഗൂഗിളിൽ പോകും, പിന്നെയും കൺഫ്യൂഷൻ കൂടും. അപ്പോൾ അവർ ഉൾക്കൊള്ളിച്ച് മാത്രമേ നമുക്ക് ചർച്ച രീതി മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ഒരു വിഷയം സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ആർട്സ് വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് BCom അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൊമേഴ്സ് +2 വരുമ്പോൾ കൊമേഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ എനിക്ക് അനുയോജ്യമാണോ എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഒരു സമയം കൂടിയാണ് അതെന്ന് പറയുന്നത്. ഇപ്പോൾ മാത്സിൽ കൂടുതൽ മാർക്കുള്ളത് കൊണ്ട് കൊമേഴ്സ് എടുത്തത് കൊണ്ട് മുന്നേറാൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണോ എന്നുള്ള തമാശ രൂപേണുള്ള ചോദ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അനുയോജ്യമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സിന് കുട്ടീനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ പാരൻസ് ചൂസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡാണ്. കോഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ ആവില്ല. ഫോർ എക്സാമ്പിൾ 72% BTech പാസ്സായ മക്കൾ ഇന്ന് കേരളത്തിൽ പോകുന്നത് ബാങ്ക് ജോലിക്കാണ്. BTechും ബാങ്ക് ജോലിയായിട്ടൊരു ബന്ധമില്ല. ഇത് ഹൈ എൻഡ് ടെക്നോളജിയും മാത്സും ടെക്നിക്കൽ ആസ്പെക്ട് മെക്കാനിക്കൽ പഠിച്ച ഒരാളുടെ ഒരു 8 സെമസ്റ്റർ 4 കൊല്ലത്തെ സമയം ആലോചിക്കുക. എന്തോരം പഠിച്ചു കാണും, മാത്സ് എന്തോരം പഠിച്ചു കാണും. പക്ഷേ ബാങ്കിലോട്ട് പോകും. ബാങ്ക് മോശമായൊരു പ്ലാറ്റ്ഫോം എന്ന് പറയില്ല, പക്ഷേ ബാങ്കിൽ ഇതിനൊരു ആപ്ലിക്കേഷനും ഇല്ല. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ച കുട്ടി ഈ ബാങ്കിലോട്ട് പോകും. 10% ആൾ കഷ്ടപ്പെട്ട് 4 കൊല്ലം പഠിച്ചതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. അപ്പോൾ എന്താ പറ്റുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് ഒരാൾ എഞ്ചിനീയർ ആവുന്നില്ല. അതേസമയം ഒരു സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് 3 കൊല്ലം പഠിച്ചാൽ നല്ലൊരു എഞ്ചിനീയറായിട്ട് മാറുന്നുണ്ട്. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡാണ് കരിയറിലോട്ട് പോണത്. അത് കണ്ടുപിടിച്ചിട്ട് വേണം കോഴ്സ് കണ്ടുപിടിക്കാൻ. ഇഷ്ടംമാതിരി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് പ്രോസസ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം നമുക്ക് ആപ്റ്റിറ്റ്യൂഡൊന്നും ചോദിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. 1-2 കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഉദ്ദേശം ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ച് നമുക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം, കുട്ടിക്ക് പറ്റിയ കോഴ്സ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും കാണുന്നതിനകത്ത് ജോലി സാധ്യത എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കോഴ്സിനും അതിൻ്റെതായ ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ +2 മികച്ച വിജയം നേടി എനിക്ക് മുട്ടായിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്തിനു പോകുന്നു, ഇനി എന്തിനാണ് മകനെ വിടുന്നതെന്ന് വെച്ച് പറഞ്ഞ് ജോലി കിട്ടുന്ന എന്തെങ്കിലും വിടണം എന്നുള്ളതാണ്. അങ്ങനെ ജോലി കിട്ടുന്നത് ഇന്നതിന് മാത്രമാണെന്നുള്ളൊരു ധാരണ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. എക്കണോമിക്സ് പഠിച്ചാലും ഫിലോസഫി പഠിച്ചാലും ജോലി കിട്ടും. പക്ഷേ
ഓരോ സബ്ജക്റ്റിനും ഒരു ചെറിയൊരു കോമ്പണൻ്റ്, അതിൻ്റെ പേരാണ് നിങ്ങൾ പറഞ്ഞ JMV പറയും, ജോബ് മാർക്കറ്റ് വാല്യൂ. ഓരോ കോഴ്സ് പഠിച്ചാൽ ഇത്ര % ആൾക്കാർക്ക് ജോലി ഉടനെ കിട്ടും. അത് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ഇന്ന കോഴ്സ് നല്ലതെന്ന് ജോലി മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നവർ പഠിക്കാവുന്ന ചില കോഴ്സുകളുണ്ട്. ഇപ്പോൾ JMV പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ MBBS ഇപ്പോൾ കണക്കാക്കിയാണ് 240% എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% JMV ഉള്ളൊരു കോഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് അവിടുന്ന് പാസ്സാകുന്ന എല്ലാ മക്കൾക്കും എന്ത് കിട്ടുന്നുണ്ട്? ജോലി കിട്ടുന്നുണ്ട്. 50% കിട്ടുന്നവർക്ക് ആ സബ്ജക്റ്റ് വൈസ് 50% ജോലി കിട്ടുള്ളൂ. ഇപ്പോൾ BTech നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് 68% എന്ന് വെച്ച് കഴിഞ്ഞാൽ BTech കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിൽ ഒരു 10-14,000 സീറ്റ് ഉണ്ട്. അത് പഠിക്കുന്നവരിൽ ഒരു 60%, 68% ആൾക്കാർ IT തന്നെ പോകും. ബാക്കിയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിലോട്ട് പോകും. മനസ്സിലാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് അവിടെ തന്നെ ജോലിക്കുവാണെങ്കിൽ ജോബ് മാർക്കറ്റ് വാല്യൂ നോക്കണം. പക്ഷേ ഈ ജോബ് മാർക്കറ്റ് വാല്യൂ കുട്ടികൾ തെറ്റിയിരിക്കുന്നത് അറിയാം. ചില സബ്ജക്റ്റ് പഠിച്ചാൽ ജോലിയെ കിട്ടില്ല, ഒന്നുമില്ല. ഇപ്പോൾ എക്കണോമിക്സിൽ ജോബ് മാർക്കറ്റ് വാല്യൂ 8% ആണ് എന്ന് പറഞ്ഞാൽ 8% ആൾക്കാർക്ക് എക്കണോമിക്സ് പഠിച്ചവർക്ക് എക്കണോമിക്സിൽ ജോലി കിട്ടുള്ളൂ. പക്ഷേ അവർക്ക് എവിടെ വേണമെങ്കിൽ ജോലി കിട്ടും. ബാങ്കിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, സിവിൽ സർവീസ് പോകാം, എവിടെ വേണമെങ്കിൽ പോകാമല്ലോ. പക്ഷേ ചില കുട്ടികൾക്ക് ആ പഠിച്ച സബ്ജക്റ്റിൽ തന്നെ ജോലി വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പഠിച്ചാൽ ജേർണലിസം പഠിച്ചാൽ എനിക്ക് മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ വാശിയുള്ള കുട്ടികൾ ഇത്ര ആൾക്കാർ ജേർണലിസം പഠിച്ചിട്ട് ബാങ്കിലോട്ട് പോകുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാനുള്ള മെയിൻ കോമ്പണൻറ്റ് പണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴ്സാണ് സർട്ടിഫിക്കേഷൻ. BCom പഠിച്ചാൽ ബാങ്കിൽ ജോലി, അങ്ങനെ BCom പഠിച്ചൊരു ബാങ്കിലോട്ട് പോകണം എന്നൊക്കെയാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ പഠിച്ചവർക്ക് ഇന്ന പോകണം എന്നൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഇതിനെക്കാട്ടും ഉപരി അവരുടെ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കോഴ്സ് കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം കൊടുക്കണം. അത് കുറവാണ് നമ്മുടെ രാജ്യത്ത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, 100% പ്ലേസ്മെൻറ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു പരസ്യവാചകം. അപ്പോൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞും അറിയാതെയൊക്കെ ഇതിലേക്ക് ചെന്നപ്പെടുന്ന ചില ഇടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ ഇതിൻ്റെ കോഴ്സുകൾ പഠിച്ചിട്ട് വെറുതെ നിൽക്കുന്ന കുട്ടികളെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ 100% പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ പരസ്യവാചകം കണ്ടു തന്നെ പോകുന്നതിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇതൊക്കെ അതൊരു അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് കോമ്പണൻ്റ് ആണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ 100% പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം തരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ധൈര്യം തരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും NIRF റേറ്റിംഗിൽ ആദ്യം നോക്കുന്നത് പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾ എവിടെ പോയാലും ഏത് കോളേജിൽ പോയാലും ആദ്യം പറഞ്ഞത് പ്ലേസ്മെൻ്റ് ആണ്. അതിന് ഒരു വാചകം ഷുവറാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ വാക്കാണ്, മക്കൾ പഠിക്കുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ജോലി കിട്ടാൻ വേണ്ടി. പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ജോലിയാണ്. അപ്പോൾ എവിടെ ജോലി കിട്ടും? ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80-85% പെൺകുട്ടികൾക്കും ജോലി വേണം. പിന്നെ 85% പെൺകുട്ടികൾക്ക് ജോലി വേണം വെച്ചാൽ ആൺകുട്ടികൾ താഴെ വരാൻ പറ്റില്ലല്ലോ. ആണുങ്ങളാണല്ലോ ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാ മക്കൾക്കും കേരളത്തിൽ പഠിച്ചു വരുന്നവർക്ക് ജോലി വേണം. എന്ത് ജോലിക്കും നല്ല മനസ്ഥിതിയാണ് കേട്ടോ, നല്ല മനസ്സിലാണ്. അത് ഇന്ന പഠിച്ചാൽ ഇന്ന ജോലി വേണമെന്നില്ല, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി. അതൊക്കെ നല്ലൊരു ഓപ്പൺ സിറ്റുവേഷൻ്റെ നല്ലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയൊക്കെയാണ്. പക്ഷേ ഈ പ്ലേസ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞ മാതിരി സത്യമാണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ധരിക്കേണ്ട. പിന്നെ ഈ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം ഒരു സ്ഥാപനം നേടിക്കൊടുക്കണേക്കാട്ടും ഒരു വ്യക്തി വിചാരിച്ചാൽ വളരെ എളുപ്പമാണ് പ്ലേസ്മെൻറ്റ് കിട്ടാൻ. ഈ ഓരോ ക്യാമ്പസിൻ്റെ അതും 100% പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ്. അതായത് അവരുടെ സ്ഥാപനങ്ങളിൽ പല കമ്പനികളും വന്ന് ഓൺ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എടുത്ത് അവിടുത്തെ മിടുക്കന്മാരെ കൊണ്ടുപോകണതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എസ്പെഷ്യലി കേരളത്തിൽ മക്കൾക്ക് അറിയാത്തത് ഇത് കൂടാണ്ട് ഇതിലും 3 times 4 times ജോലി കൊടുക്കണം. ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഓഫ് ക്യാമ്പസ് എന്ന കോൺസെപ്റ്റ് അത് പല ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു കോളേജ് കിട്ടി, നല്ല അധ്യാപകരുണ്ട്, നല്ലവണ്ണം പഠിപ്പിക്കും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, ലാംഗ്വേജ് അവിടെ പഠിക്കണം. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിലും പഠിക്കണം. വെച്ചാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഓൺ ക്യാമ്പസ് ഇല്ലെങ്കിൽ ഓഫ് ക്യാമ്പസിലോട്ട് പോകാനുള്ള കണ്ടമാനം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിളും AI ഒക്കെ വന്ന പിന്നെ മക്കളുടെ ആക്സസ് ഭയങ്കരമായിട്ട് കൂടി, ഗ്ലോബലായിപ്പോയി. എല്ലാം എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാതെ സെക്കൻഡ് കൊണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു റീച്ചിലോട്ട് എത്തിക്കാൻ നമ്മുടെ മക്കളെ എത്തിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ശ്രമമാണ് നടത്തേണ്ടത്. തീർച്ചയായും. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് വർഷങ്ങൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 4-5 വർഷം നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനായി പോയിട്ടും അവിടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒട്ടേറെ യുവാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് ഒരാളുടെ ചോദിക്കാൻ എന്ത് ചെയ്യുന്നു, അത് ഇപ്പോൾ ഗൾഫിലേക്ക് പോകട്ടെ, +2 കഴിഞ്ഞാൽ ഗൾഫിൽ പോകും, ജോലി കിട്ടട്ടെ എന്നുള്ള, അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോകട്ടെ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഉത്തരം അവരുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് നമുക്ക് ഈ കരിയർ പരമായിട്ട് എങ്ങനെയാണ് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുക? ഇതിൽ കാര്യം എന്താ വെച്ചാൽ പുറത്ത് പോകുന്നത് നമുക്കൊരു തെറ്റായിട്ട് പല ആൾക്കാർക്കും പല ഇൻ്റർപ്രിട്ടേഷൻസ്, രാഷ്ട്രീയക്കാർക്ക് പുറത്ത് പോകണ്ടെന്നൊക്കെയാണ്. അത് അവരൊരു ഫ്രീഡമാണ്. പിന്നെ സത്യം പറഞ്ഞപ്പോൾ വില്ലേജസായി ഈ ഗൂഗിളും www പിന്നെ ഓരോ രാജ്യത്തിന് വില്ലേജസായിട്ടാണ് എടുക്കണം. എല്ലാം ഒരു കൺട്രി, ബാക്കിയൊക്കെ ഓരോരോ ചെറിയ വില്ലേജസ്. അപ്പോൾ എവിടെ വേണമെങ്കിൽ പോട്ടെ. പണ്ട് പുറത്ത് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ എൻ്റെ മകൻ പുറത്തേക്ക് പോയി വെച്ചാൽ ആ സങ്കല്പം, ഞാൻ പറഞ്ഞത് 10-20 കൊല്ലം മുമ്പാട്ടോ, സങ്കല്പം വെച്ചാൽ ഒരു ഹയർ സ്റ്റഡീസിനും വലിയൊരു കഴിവുള്ള ആൾ പുറത്ത് അമേരിക്കയിൽ പോകുന്ന വെച്ചാൽ വലിയൊരു കഴിവുള്ള സ്ഥലത്തേക്ക് പോകണ മാതിരിയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ ആൾക്കാർ അമേരിക്കയിൽ പോകണം. അമേരിക്കയിലുള്ള ആൾക്കാരും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയും
ഇവിടുത്തെ ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞു. ഒരു ബിസിനസ് ഇതാണ്, മോഡലാണ് അവർക്ക്. പുറത്തു പോകണ വലിയൊരു അത്ഭുതമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈയിടെ ഒരു സർവേ ആണെങ്കിൽ 37% ആൾക്കാർ പുറത്തു പോയാൽ പഠിക്കണത്. അതിവിടെ പിടിച്ചു നിർത്തണം വേണ്ടെന്ന് പല അഭിപ്രായം പറയുന്നുണ്ട്. പുറത്തു പോകണതിൽ തെറ്റൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ പോകുമ്പോൾ ഇത് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ട് ഞാൻ ആ ഫിഗർ ഓർക്കണില്ല. കേരളത്തിൽ നിന്ന് ഇത്ര % ആൾക്കാർ പഠിക്കാൻ പോകുമ്പോൾ ഇത്ര കോടി രൂപയാണ് നമ്മളുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഔട്ട്ഫ്ലോ, അങ്ങനെ ഔട്ട്ഫ്ലോനെ പറ്റി പറയും ഗംഭീരമായിരുന്നു ഫസ്റ്റ് ടോക്കിൽ. ഔട്ട്ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്തിൻ്റെ കുറവാണ് ഇതിനകത്ത്. പക്ഷെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ പുറത്തുള്ള അത് എന്താണ് മക്കൾ എക്സ്പെക്റ്റ്, പുറത്ത് പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരിയുള്ള സ്റ്റാൻഡേർഡ്സ് കൂടെ കൊണ്ടുവരണം. അതേമാതിരിയുള്ള കോഴ്സസും അതേമാതിരി ചേഞ്ചസും കൊണ്ടുവരണം. അതേമാതിരി ഇവർക്ക് അട്രാക്റ്റീവ് ആക്കണം. നമ്മളിപ്പോൾ കേരളം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം എന്താ അറിയുമോ, ഈ 19 യൂറോപ്യൻ രാജ്യങ്ങൾ എവിടെ പോയാലും അവിടത്തേക്കാളും ഇത്രയും ക്ലൈമാറ്റിക് കണ്ടീഷൻ ഫേവറബിൾ ആയിട്ട് രാജ്യമില്ല. ശരിയല്ലേ? എഡ്യൂക്കേറ്റഡ് ആണ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഫേവറബിൾ ആണ്, ന്യൂട്രൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഏത് യൂറോപ്യൻ കൺട്രീനെ ഒപ്പം നിർത്താൻ പറ്റിയൊരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ഇവിടുത്തെ എഡ്യൂക്കേഷൻ അതാണ് നല്ലതെന്നൊരു ഫീലുണ്ട്. അത് മാറ്റിയെടുക്കണം പല കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈഡുള്ള കോഴ്സസ് കൊണ്ടുവരണം. അമേരിക്കയിൽ എന്താണോ കോഴ്സിന് അട്രാക്റ്റ് അത് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരാൻ വലിയ വ്യത്യാസം അത് അങ്ങേര് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ അങ്ങേര് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെ പറയുന്നത് എഡ്യൂക്കേഷൻ ഈ ഒരു കാര്യത്തിന് ഞാൻ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ആ ചേഞ്ചസ് കൊണ്ടുവരണം. വളരെ ആൾക്കാർ പോസിറ്റീവ് ആവുള്ളൂ. എവിടെ വേൾഡിൽ എവിടെ പോയാലും ഏറ്റവും ഇൻ്റലിജൻറ്റും മിടുക്കന്മാരും ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ വരാം. ശരിയല്ലേ? സോഷ്യലി ഭയങ്കര ഡെവലപ്ഡ്, മെൻ്റലി ഡെവലപ്ഡ് ആണ്. അല്ല, അതിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറ്റ്മോസ്ഫിയർ, അതായത് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോളേജുകളിലേക്ക് പോകുമ്പോൾ ഈ ആർട്സ് കോളേജുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിദേശ രാജ്യങ്ങളിലെ കോളേജുകൾ അതൊക്കെയാണോ ഭ്രമിപ്പിക്കുന്നുള്ളൊരു ചോദ്യം? അല്ല, നിങ്ങൾക്ക് പുറം യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളിവിടെ അവിടെ ഒരു 300-400 ഏക്കറിലായിരിക്കും ഒരു കോളേജ്, 10-60 വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നുമല്ല നമുക്ക് കാര്യം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുമ്പോൾ എത്ര കോടി രൂപ നമുക്ക് ചിലവാക്കാൻ പറ്റും? ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നോക്കിപ്പോകണം. മക്കൾക്ക് എന്താ വെച്ചാൽ അവിടുത്തെ കോഴ്സ് മുഴുവൻ സ്കിൽ ബേസ്ഡ് ആണ്. ഓക്കെ, നമ്മുടെ ഏത് രാജ്യത്തായാലും എസ്പെഷ്യലി കേരളത്തിൽ മക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ സ്കില്ല് കിട്ടണം. കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നത് ആണ് കൊടുക്കണം. പറഞ്ഞാൽ നോളജ്, വിവരം കൊടുക്കണം. എക്കണോമിക്സിനെ പറ്റി മുഴുവൻ പഠിപ്പിക്കും, മെഡിസിൻ പഠിപ്പിക്കും. പക്ഷേ ഈ സ്കില്ലില്ലാണ്ട് ജോലി കിട്ടില്ല. നമ്മുടെ കോഴ്സുകളൊന്നും സ്കിൽ ബേസ്ഡ് അല്ല. നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് സ്കിൽ ബേസ്ഡ്. അതെന്ന് വെച്ചാൽ റാപ്പിഡായിട്ട് നമ്മൾ ഈ സിലബസ് റിവൈസ് ചെയ്യണം. സിലബസ് റിവൈസ് ചെയ്യാനുള്ള തടസ്സം എന്താണ്? മാഷന്മാർ തന്നെയാണ്. സിലബസ് റിവൈസ് അവർക്ക് പഠിപ്പിക്കാൻ പറ്റണ്ടേ? അങ്ങനെയുണ്ട്. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ വളരെ ഒരു ഭയങ്കര അഗ്രസീവായിട്ട് ഡിസിഷൻ എടുക്കണം. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കൊണ്ടുവരണം. മക്കൾക്ക് പാസ്സായാൽ ജോലി കിട്ടണം. നിങ്ങൾക്കൊരു കോഴ്സ് ഉണ്ട്, എൻ്റെ പേരും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഹരിയാനയിൽ ഒരു കോഴ്സ് ഉണ്ട്, 8 മാസം പഠിച്ചാൽ മതി. സ്റ്റാർട്ടിംഗ് സാലറി 1.25 ലക്ഷം രൂപയാണ്. ഉത്തരാഖണ്ഡിൽ ഒരു UPS യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് 2 കൊല്ലം പഠിപ്പിച്ചാൽ 1.25 ലക്ഷം സ്റ്റാർട്ടിംഗ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകർ പ്രതികരിക്കാനുണ്ട്. നമസ്കാരം, എന്താണ് പേരെന്താണ്? നമസ്കാരം, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓ, ഹലോ. നമസ്കാരം, എന്താണ് പേരെന്താണ്? ഞാൻ എന്റെ മോന് പണിക്കൊണ്ടാണ് വിളിക്കുന്നത്, സജിന. ഓക്കെ. എന്താണ് സംശയം? എന്താണ് സംശയം? ഓന് 30 വയസ്സായി. ഓന് വൈകല്യ പ്രശ്നമുണ്ട്. ഒന്ന് ഉറക്കെ പറയാൻ കഴിയുമോ? സംശയം, ഓന് 30 വയസ്സായി. ഓന് ഇതുവരെ ഒരു പണിയൊന്നും റെഡിയായില്ല. അതിനെ വിളിച്ചതാണ്. അപ്പൊ പറയുന്നത് ഒന്നുകൂടി ഉറക്കെ പറയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരം. വളരെ പതിയാണ് കേൾക്കുന്നത്. ഇവിടുത്തെ കുഴപ്പമാണോന്ന് അറിയില്ല. 30 വയസ്സായെന്ന് കേട്ടു. പക്ഷെ അതെ, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും കുറവാണെങ്കിൽ ആ ശബ്ദം ഒന്ന് ഉയർത്താനായിട്ട് കഴിയുമെങ്കിൽ ഒന്ന് ഉയർത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. കോള് തുടരുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞോളൂ. ക്ലിയർ ആണ്. ഓനൊരു വൈകല്യ പ്രശ്നം ഉണ്ടായിരുന്നു. ചെറിയോന് 30 വയസ്സായി. അപ്പൊ ഇതുവരെ ഒരു എംപ്ലോയ്മെന്റ് വകയിലൊന്നും ഒരു പണിയൊന്നും കിട്ടിയില്ല ഇതുവരെ. എന്താ പഠിച്ചതമ്മ? ഓൻ പഠിച്ചതാണ്. ഓൻ +2 കഴിഞ്ഞത്, ITI കഴിഞ്ഞത്. എഴുതാനും വായിക്കാനൊക്കെ +2 കഴിഞ്ഞ എന്ത് പഠിച്ചു? ITI പാസ്സായി അല്ലേ? ഇതുവരെ അങ്ങനത്തെ ഒരു ഇതും കിട്ടുന്നില്ല. അമ്മ, ആ കുട്ടിക്ക് നമ്മൾ ചെയ്യേണ്ടത് ITI കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആദ്യം ഒരു ധൈര്യം വരേണ്ടത് നല്ല കോഴ്സാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കോഴ്സാണ്. നല്ല സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. ജോലി കിട്ടും. വയസ്സൊന്നും നോക്കണ്ട. 30 വയസ്സായി 35 വയസ്സായി നോക്കണ്ട. ഏത് പ്രായത്തിൽ നമുക്ക് ജോലി കിട്ടാവുന്ന അവസരങ്ങളുണ്ട്. ഇയാൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അപ്പറന്റിഷിപ്പ്. മോന് അവിടെ ഉണ്ടോ? അടുത്തുണ്ടോ? കേൾക്കുന്നുണ്ടോ മോൻ? മോനും സംസാരിക്കാൻ പറ. ഹലോ മോനെ, പേരെന്താ?
ഇല്ല മോനില്ല, ഓനിപ്പോ ഒരു പിന്നെ വാടക എന്റെ പീടിയെ പോയി നിക്കുക. ആ ഓക്കെ, അപ്പോൾ മോനോട് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ മോനോട് പറയേണ്ടത് ഈ അപ്പരന്റീഷിപ്പിന് പോകാൻ പറയാം. അപ്പരന്റീഷിപ്പ് എന്ന് പറയുക, അത് അമ്മയ്ക്ക് ഒന്ന് ഓർക്കുക, റെക്കോർഡ് ചെയ്യുകയോ ഒന്ന് മനസ്സിൽ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ഓർത്താൽ മതി. ഇന്ത്യൻ ശാല പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, ഇന്ത്യൻ ശാല. അതിൽ പോയിട്ട് ഇങ്ങനെ ഈ IT ഡിപ്ലോമ പാസ്സായവർക്ക് അപ്പരന്റീഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് മോന് പെട്ടെന്ന് മനസ്സിലാവും. ആ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കുറേ ഓഫർ കിട്ടും ഇന്റേൺഷിപ്പിന്. അതിനൊരു 6 മാസത്തെ ഇന്റേൺഷിപ്പിന് പോയാൽ മോന് ഷുഗറായിട്ട് ആ സ്ഥാപനത്തിൽ നല്ല ജോലി കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഏതായാലും സാർ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഏജ് ഓവറായോ, എനിക്ക് 30 വയസ്സ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കോൺസെപ്റ്റാണ്. ഇപ്പം നമുക്ക് അറിയാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മുഴുവൻ ലേണാണ്. കോളേജും സ്കൂളും ലേണിങ്ങിന് വേണ്ടി, പഠിക്കാൻ വേണ്ടിയാണ്. അതിനൊരു എല്ല് മാറ്റിയ ഒരു വാക്കുണ്ട്, അതിന് ഏൺ എന്ന് പറയും, EARN, ഏൺ. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലേണിംഗ് കഴിഞ്ഞിട്ട് ഏണിങ്. പിന്നെ ആ കോൺസെപ്റ്റ് മാറി നല്ല രാജ്യങ്ങളിലൊക്കെ ലേണിംഗ് ആൻഡ് ലേണിംഗ് ആയി. ഇപ്പോൾ എന്താ പറയുക കോൺസെപ്റ്റ്? ഏൺ എലോങ് സൈഡ് ലേൺ. സമ്പാദിക്കുക കൂടെ പഠിക്കുക. അപ്പോൾ സമ്പാദിക്കുന്നതിന്, അതായത് ശമ്പളം ഉണ്ടാക്കാനും ജോലി ചെയ്യാനും പ്രായപരിധിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം കൂടി പ്രതികരിക്കുന്നത്. നമസ്കാരം, പേരെന്താണ്? ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ മാം, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്. എന്റെ പേര് മായ എന്നാണ്. ഹലോ, ചോദ്യം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ദയവേത് TV ശ്രദ്ധിക്കാതെ ഒന്ന് ഫോണിൽ മാത്രം ശ്രദ്ധിക്കാമോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മോന് വേണ്ടിയാ വിളിക്കുന്നേ. മോനിപ്പോ ഫിസിയോതെറാപ്പി 3rd ഇയർ ആയി. അതിനെങ്ങനെ ചാൻസ് ഉണ്ടോ, അതിനെ പറ്റി അറിയാനാ. പറയാം. നല്ല കോഴ്സാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാവുന്ന MBBS കഴിഞ്ഞാൽ പിന്നെ പഠിക്കാവുന്ന 2 കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സും നഴ്സിംഗുമാണ്. നമുക്ക് ഇത് അറിയാമല്ലോ, മോനിപ്പോൾ 3rd ഇയർ ആയില്ലേ, ഇതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ സത്യം പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ നഴ്സിംഗ് മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല, നഴ്സിങ്ങിനെക്കാട്ടും ആൾക്കാർ ചൂസ് ചെയ്യുന്ന കോഴ്സ് പാരാമെഡിക്കൽ കോഴ്സ്. മോൻ്റെ അമ്മയുടെ മകൻ പഠിക്കുന്ന കോഴ്സും ഈ പാരാമെഡിക്കൽസിൽ വരുന്നതാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നല്ല സ്കോപ്പുള്ള പ്രോഗ്രാമാണിത്. എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമുണ്ട് ഈ ഫിസിയോതെറാപ്പിസ്റ്റ്. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇതൊരു സ്പെഷ്യലൈസ്ഡ് ട്രേഡായിട്ട് മാറുക. ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ, നഴ്സുമാർ തന്നെ ഈ പാരാമെഡിക്സ് പറഞ്ഞ ഒരു ഡെസിഗ്നേഷൻ വരികയാണ്. അതിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഏരിയയാണ് ഫിസിയോതെറാപ്പി. അമ്മ തിരഞ്ഞെടുത്തും മക്കൾ തിരഞ്ഞെടുത്ത ഫീൽഡ് 2 നല്ലതാണ്. 3 വരെ നന്നായിട്ട് പഠിക്കാൻ പറയുക, നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറയാം. ഒരു കാലത്തും ജോബിൻ്റെ ഷോർട്ടേജ് വരില്ല, നല്ല ജോലി കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വളരെയധികം നന്ദി. ഏതായാലും സാർ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. അവർക്ക് അതുവഴി ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരുപാട്. ഞാൻ അതാണ് ചോദിച്ചത്, ഈ ഏജ് ഓവർ എന്ന് പറയുന്ന ഒരു സംഭവം അത് നമുക്ക് നിങ്ങൾക്ക് ഏജ് ഓവർ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഉള്ളത് ഗവൺമെൻറ്റിലാണ്. PSCയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ബാങ്കുകളിലും പബ്ലിക് സെക്ടറിലൊക്കെ അത് ഏജ് ഓവർ വെക്കണം. നമ്മുടെ രാജ്യത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ്, ശരിയല്ല? അപ്പോൾ ഏജ് ഒരു ഫാക്ടറായിട്ട് ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരില്ലേ. 26 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ബാങ്കിലൊക്കെ സാച്ചുറേഷനായി. പബ്ലിക് സെക്ടർ PSCയിലൊക്കെ ആണെങ്കിൽ നമുക്ക് UPSCയിൽ 35 വയസ്സ്. അവിടെ ഏജ് ഓവർ വെക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ ഏജ് ഓവറൊന്നും പ്രശ്നമൊന്നുമില്ല. തീർച്ചയായും. ഒരു പ്രശ്നം കൂടിയുണ്ട്. നമസ്കാരം, ആരാണ്? ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് പേരെന്താണ്? ഐഷ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഓക്കെ, നമസ്കാരം. ഐഷ സാറിനോട് ചോദിച്ചോളൂ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ചോദിച്ചോളൂ. ഐഷ, പറയൂ അമ്മ, ചോദ്യം ചോദിക്കും. കുട്ടി +2 കഴിഞ്ഞതാണ്. അപ്പോ ഏത് കോഴ്സ് എടുക്കാനാണ് നല്ലത്? പറഞ്ഞുതരാം. ഏത് സ്ട്രീമാണ് +2-ല്? ബയോളജി, സയൻസ്. ബയോളജി ആണോ? നീറ്റൊക്കെ എഴുതിയോ? നീറ്റ് എഴുതിയില്ല. അത് എഴുതിയില്ല. അപ്പോൾ നമുക്ക് ബയോളജിയിൽ നീറ്റ് എഴുതിയില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ മാറ്റി വെക്കാം. മെഡിസിൻ മാറ്റി വെച്ചാൽ എങ്ങനെയാ കുട്ടിയുടെ മാർക്കൊക്കെ +2-ല്? അപ്പോൾ ഫുൾ A+ ആണെങ്കിൽ അപ്പം നല്ല കുട്ടിയാണ്. അതായത് ഫുൾ A+ ഒക്കെ ബയോളജിയിൽ മേടിക്കണമെങ്കിൽ അത്രയും 8 മണിക്കൂറൊക്കെ ഡെയിലി പഠിച്ച് ബുദ്ധിമുട്ടി വന്ന മക്കൾ പാരൻസിൻ്റെ ചുമതല നല്ല രീതിയിൽ നല്ല കോഴ്സിന് അയക്കുക. കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു മെഡിസിന് പോകേണ്ട കുട്ടിയാണ്. അതിപ്പോൾ നീറ്റ് എഴുതിയില്ല, അതിൽ താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്കാം. നീറ്റ് മാത്രമൊന്നുമില്ല ജീവിതത്തിലെ അവസാനം, നമുക്ക് ഇഷ്ടമാരോ. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് വെറ്റിനറി നോക്കാം.
നീറ്റ് ഇല്ലാണ്ട് നമുക്ക് നോക്കാവുന്ന വെറ്റിനറി സയൻസ് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് നീറ്റ് സ്കോർ ചിലയിടത്ത് നിർബന്ധിക്കും, അല്ലെങ്കിലും കിട്ടും. ഈ വെറ്റിനറി കോഴ്സുകൾ കുറേ ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും തുടങ്ങിയത്. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അമ്മ? ആൺകുട്ടിയാണ്. നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, നമുക്ക് അവനെ എവിടെ വേണമെങ്കിൽ വിടാം. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് വെറ്റിനറി ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ വെറ്റിനറി കോഴ്സിന് അയക്കണോ നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത് നമുക്ക് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അങ്ങനെ പറഞ്ഞ ഒരു 4 ഫോറസ്ട്രി 3 ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ പറഞ്ഞ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, 3 നല്ല മേഖലയാണ് ജോലി കിട്ടാൻ സാധ്യത. ഇതൊന്നും ഇല്ലെങ്കിൽ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം മെഡിസിൻ നോക്കുക, പിന്നെ കിട്ടിയില്ല നമുക്ക് നഴ്സിംഗ് നോക്കുക. നഴ്സിംഗിന് നീറ്റിന്റെ സ്കോർ വേണം. പാരാമെഡിക്കൽസ് നോക്കുക. ഇതൊക്കെ നമുക്ക് ഗവൺമെന്റിൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ? പിന്നെന്താ, എല്ലാ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തുറന്നു തരികയല്ലേ. ഗവൺമെന്റ് നഴ്സിംഗിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് LBS.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ ഈ കുട്ടിയുടെ മാർക്ക് വെച്ചിട്ട് കഴിഞ്ഞോണം ഏത് മാർക്ക് വരെ +2ന്റെ മാർക്ക് വെച്ചാൽ കൊടുക്കുന്നത്, ഏത് മാർക്ക് വരെ കൊടുത്തിട്ടുണ്ട് നോക്കുക. അതിൽ കിട്ടുകയാണെങ്കിൽ അപ്ലൈ LBS സെന്റർ വഴി ഇപ്പോൾ അപ്ലൈ ചെയ്യാം. നമുക്ക് റിസൾട്ട് വന്നിപ്പോൾ ഈ മാസം വിൻഡോ തുറക്കും, നമുക്ക് അപ്ലൈ ചെയ്യാം. അതേമാതിരി തന്നെ പാരാമെഡിക്കൽ കോഴ്സ് 23 ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യാം. വെറ്റിനറി സയൻസിന് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്ട്രി കോഴ്സിന് അപ്ലൈ ചെയ്യാം. നഴ്സിംഗിന് അപ്ലൈ. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് സാധാരണ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഇൻ്റഗ്രേറ്റഡ് MSc സുവോളജിയോ, ബോട്ടണിയോ, ബയോകെമിസ്ട്രിയോ, ബയോടെക്നോളജിയോ, ബയോ ഇൻഫർമാറ്റിക്സോ, ഫിസിഷ്യൻ അസിസ്റ്റൻറ്റോ, അങ്ങനെ ഒരു 10-12 നല്ല കോഴ്സുകളുണ്ട്. ധൈര്യമായിട്ട് അമ്മ അയക്കണം. അത് കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കുട്ടിക്ക് താല്പര്യമുള്ള കോഴ്സിലോട്ട് അയക്കണം. ഓക്കെ, ശരി ശരി, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് സാറേ. ഇപ്പോൾ ഈ കഴിഞ്ഞ അതൊരു ആക്ഷേപം കൂടിയാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തും കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ അതായത് മെറിറ്റിൽ ചെല്ലുന്ന കുട്ടികൾ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും. പൂക്കോട് കണ്ടതാണ്, ഈ തിരുവനന്തപുരത്തെ ഈ സംഭവം കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, റാഗിങ്ങിന് വിധേയരാകുന്നു, അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾ നമ്മളോടൊപ്പം അന്നത്തെ ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കുട്ടികൾ ബാലരാമപുരത്തെ ഈ വിദ്യാർത്ഥി മരണപ്പെട്ട സമയത്ത് ചിലർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. പേടിയാണ് അങ്ങോട്ടേക്ക് പോകാൻ, മെറിറ്റിൽ കിട്ടി പോകാൻ പേടിയാണ്, പണം കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കിടെ. ഈ ആശങ്കകളൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ റാഗിങ്ങിൻ്റെ കാര്യം നമുക്ക് ആക്ച്വലി ഓൾറെഡി നാഷണൽ റൂൾ ഉണ്ട്. റാഗിങ് എഗൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര സിവിയറായിട്ട് അത് ഗവൺമെൻറ്റിനെ ഡീൽ ചെയ്യണം. അതെന്താ വെച്ചാൽ ഈ ഗവൺമെൻറ് കോളേജസ് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ എല്ലാ തട്ടിലെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ പിന്നെ നല്ലോണം പഠിച്ച് മാർക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെ വരുമ്പോൾ നാച്ചുറലായിട്ടും ഈ പറഞ്ഞ ആ സാധാരണ ഗവൺമെൻറ് കോളേജുകൾക്ക് ലോ ആൻഡ് ഓർഡർ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ റാഗിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ സിവിയർ. അത് നിങ്ങൾ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫോണിൽ കൗൺസിലിംഗ് ചോദിക്കും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് സാർ, പക്ഷേ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, ഞാൻ പേര് ഡീംഡ് യൂണിവേഴ്സിറ്റി പോകാം. ഞാൻ ഇപ്പോൾ നിങ്ങൾ 7 ലക്ഷം സാർ, 7 ലക്ഷം സുരക്ഷിതമായിട്ടിരിക്കില്ലേ സാറേ? മക്കൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇതിനൊക്കെ എന്താ ഉത്തരം പറഞ്ഞത്? അതിന് ശരിക്കും ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് പിടിക്കുക തന്നെ വേണം. അതിനൊക്കെ നമ്മൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റാഗിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ടോട്ടലി ഇപ്പോൾ ഒരുമാതിരി നിർത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ റാഗിങ് ബാൻ ചെയ്ത ഓർഡേഴ്സും ഉണ്ട്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിൽ അതിൻ്റേതായ വീക്ക്നെസ് വരുന്നുണ്ട്. അത് കുട്ടികളെ ഡീമോറലൈസ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ മാതിരി അവിടെ പോണ്ട വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മെറിറ്റിൽ വരുന്ന എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള മക്കളല്ലേ അത്. അവർ പ്രൈവറ്റിൽ ഫീസ് കൊടുത്ത് പഠിക്കണം. ശരിക്കും നമുക്കതൊരു നാഷണൽ ലോസ് അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ അല്ലേ അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് നിൽക്കണം റാഗിങ്ങിനൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റാഗിങ് എന്ന് പറഞ്ഞത് ലിറ്ററൽ മീനിങ് മോശമല്ല. ഒരു പ്രശ്നം കൂടിയുണ്ട്. നമസ്കാരം, എന്താണ് പേരെന്താണ്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. സാർ, എനിക്കിപ്പം +2 കഴിഞ്ഞിട്ടാണെങ്കിൽ ഫാമിലി കോഴ്സ് എടുക്കാൻ വേണ്ടിയായിരുന്നു. അന്നേരം അതിനിപ്പം ഗവൺമെന്റ് കോളേജ്, മെഡിക്കൽ കോളേജ് അതിന് സീറ്റ് കിട്ടുമോ എന്ന് അറിയത്തില്ല. അതിനെ പറ്റി തിരക്കാൻ വേണ്ടിയായിരുന്നു. ടെസ്റ്റ് എഴുതിയോ? ഇല്ല, എഴുതിയില്ല. ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതിയോ? ഇല്ല അല്ലേ? ഇല്ല, ഞാനിപ്പം +1 +1 അപ്പോൾ ഓൾ ഇന്ത്യ ഫാർമസിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ നീറ്റുമാര് ടെസ്റ്റ്. ആ ടെസ്റ്റ് മോള് ഇപ്പോൾ ഒരു കൊല്ലമില്ലേ പരീക്ഷയ്ക്ക്? മോള് ബെസ്റ്റ് ടൈമിലാണ് ചോദിക്കണം. വെച്ചാൽ ഇന്ന് വന്ന കോൾ മുഴുവൻ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്ന കോൾ മുഴുവൻ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നാണ്. നമ്മളെപ്പോഴും കരിയറിനെ പറ്റി, ഇപ്പോൾ മോൾക്ക് താഴെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യേണ്ടത് കരിയറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിന് മുമ്പത്തെ ചോദ്യം അങ്ങനെ അതൊക്കെ +2 കഴിഞ്ഞ് ഇനി എന്തിനാ പോകേണ്ട സാറേ? അങ്ങനെ ഒരു ഗതി വരരുത് നമുക്ക്. നമ്മൾ പഠിക്കുന്നത് തന്നെ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ മോളത്തിന് നല്ലൊരു ഡിസിഷനാണ് എടുത്തത്. എന്ന് വെച്ചാൽ +1 തന്നെ എനിക്ക് സബ്ജക്ട് ഇന്ന് വന്ന ക്വസ്റ്റിനൊക്കെ +2 കഴിഞ്ഞിട്ടാണ്. +1 മോൾക്ക് ഓൾ ഇന്ത്യ ഫാർമസി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് നമുക്ക് 1 കൊല്ലം പ്രിപ്പയർ ചെയ്യാം.
ആ ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് ഓൾ ഇന്ത്യയിൽ തന്നെ ഫാർമസി കോളേജസിൽ സീറ്റ് കിട്ടും. അങ്ങനെ ഫാർമസി കോളേജിൽ മെയിനായിട്ട് 3 കോഴ്സുകളാണുള്ളത്. ഒന്ന് മോള് തന്നെ പറഞ്ഞ ഫാം ഡി എന്നല്ലേ പറഞ്ഞത്? ഫാം ഡി പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള കോഴ്സാണ്. 6 കൊല്ലം പഠിക്കണം. ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സ് തന്നെ 4-4.5 കൊല്ലം കഴിഞ്ഞാൽ കഴിയില്ലേ? ഇത് 6 കൊല്ലം പഠിക്കണം. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ഡി പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ്. ആ കോഴ്സിൻ്റെ ശ്രദ്ധിക്കണ്ടോ മോളെ? അപ്പോൾ അത് കാരണം ഡോക്ടർ ഓഫ് ഫാർമസി പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഡോക്ടേഴ്സാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് ഈ ഫിസിഷ്യൻസ്, അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയ ആൾക്കാർ, അത് നമ്മൾ കാണുന്ന സ്റ്റെതസ്കോപ്പായിട്ട്. ഒരു ഫിസിഷ്യൻ്റെ ജോലി സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് അസുഖം കണ്ടുപിടിച്ചാൽ അവിടെ നിർത്താൻ പറ്റില്ല. ആൾക്ക് പേന കൊണ്ടൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണ്ടേ? നമ്മൾ ഏത് ഡോക്ടർ റൂമിൽ നിന്ന് വരുമ്പോൾ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും ട്രീറ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ മോഡേൺ കോൺസെപ്റ്റിൽ ഈ ഫാർമസി ഡോക്ടർ ഓഫ് ഫാർമസിയാണ് മരുന്ന് എഴുതേണ്ടത്. ഡോക്ടർമാർക്ക് അസുഖം കണ്ടുപിടിക്കാം, മരുന്ന് കണ്ടുപിടിച്ച് എഴുതേണ്ട ആരാണ്? ഈ ഡോക്ടർ ഓഫ് ഫാർമസിക്കാർ. അപ്പോൾ വലിയൊരു സ്ഥാനമാണ് DPharm എന്ന് പറഞ്ഞത്. ഫാം ഡി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടർ MBBS ഡോക്ടർ തുല്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അതൊരു നല്ല കോഴ്സാണ്. പക്ഷേ അതിന് ചില സ്റ്റാറ്റ്യൂട്ടറി ഇഷ്യൂസൊക്കെ ഉണ്ട്. ഗവൺമെൻറ് റൂൾസിന് ചില അമെൻമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ഇത്തിരി സ്ലോ ആയി പോയിട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നും. അപ്പോൾ നമ്മൾ ശരിക്കും ഫാർമസി പഠിക്കണം 3 ലെവലിലാണ്. ഏറ്റവും പ്രൈമറി ലെവലിൽ പഠിക്കാവുന്നത് DPharm വെച്ചാൽ ഡിപ്ലോമ ഇൻ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ. കുറച്ചും കൂടി ഹയർ ഡിഗ്രിയാണ് 4 കൊല്ലത്തെ BPharm, ബാച്ചലർ ഓഫ് ഫാർമസി. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം, മരുന്നുണ്ടാക്കുന്ന വലിയ ജോബ് R&Dയിൽ വർക്ക് ചെയ്യാം. അതിലും വലിയ സ്ഥാനത്ത് 6 കൊല്ലത്തെ കോഴ്സാണ് ഫാം ഡി, ഡോക്ടർ ഓഫ് ഫാർമസി. അപ്പോൾ 3 നല്ലതാണ്. ഏറ്റവും മിടുക്കന്മാർ പഠിക്കേണ്ടത് ഫാം ഡി, പിന്നെ കുറച്ച് മാർക്ക് കുറവുണ്ട് BPharm പഠിച്ചിട്ട് പിന്നെ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് 3 കൊല്ലം കൊണ്ട് തന്നെ ഫാം ഡി ആയിട്ട് മാറ്റാം. അപ്പോൾ ഒന്നും സംശയിക്കേണ്ട, മോൾ തിരഞ്ഞെടുത്ത നല്ല പ്രോസസ്സാണ്, നല്ല കോഴ്സാണ്. പക്ഷെ അതിന് തടസ്സമായിട്ട് വരാൻ പോണത് 1 കൊല്ലത്തെ എൻട്രൻസ്. ഞാൻ മോൾക്ക് ആദ്യം അതല്ലേ പറഞ്ഞത്, ഓൾ ഇന്ത്യ ടെസ്റ്റിന് തയ്യാറാകൂ പറഞ്ഞില്ലേ? ഗവൺമെന്റ് സീറ്റിൽ ഫീസ് കുറച്ച് പഠിക്കാം. ഓക്കെ, എല്ലായിടത്തും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, എല്ലാ മെഡിക്കൽ കോളേജും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഉണ്ട്. പ്രൈവറ്റ് ആയിട്ട് 18 സ്ഥാപനത്തിൽ കേരളത്തിൽ നടത്തുന്നുണ്ട് ഫാം ഡി. എല്ലാത്തിനും ടെസ്റ്റ് തയ്യാറാകുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.